യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ വീക്കിലേക്കുള്ള യൂറോ യു എസ് ടിയുടെയും അതുപോലെ GBP USDയുടെയും ഒരു അനാലിസിസുമായിട്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീക്കിലേക്ക് ഈ ഒരു രണ്ട് പേഴ്സ് എന്താണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, യൂറോ യു എസ് ടിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യൂറോ യു എസ് ടിൻ്റെ നമ്മുടെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക്, മാർക്കറ്റ് ഒരു ഡെയിലി FVG റെസ്പെക്ട് ചെയ്യുന്നു. മാർക്കറ്റ് അടുത്തൊരു ഡെയിലി FVGയിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോപ്പർ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ റിയാക്ഷൻ ഒരു ഇനർ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, പുതിയൊരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറോ കാര്യങ്ങളൊന്നും ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ അടുത്തൊരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു മേജർ രണ്ട് ലിക്വിഡിറ്റീസിൻ്റെ ഇവിടെ. ഓക്കെ, സോ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി അതുപോലെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി, ഈ രണ്ട് ലിക്വിഡിറ്റീസും മാർക്കറ്റ് എടുക്കാനും അതുപോലെ ഈ ഒരു എക്സ്ട്രീമിലുള്ള ഈ ഒരു സപ്ലൈ ലെവല് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനും ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ലോവർ പ്രൈസിലേക്കുള്ള ഒരു ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരുപാട് ലിക്വിഡിറ്റീസ് ഇവിടെ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വൺസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇത് ടാപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷനോട് കൂടി ട്രേഡ്സ് തരാം. സോ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ഏത് ലിക്വിഡിറ്റീസ് എടുത്തിട്ടാണോ അതോ സപ്ലൈ ടാപ്പ് ചെയ്തിട്ടാണോ കൺഫർമേഷൻ തരുന്നത് നോക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഒബിയസ്ലി ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടായതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു ഡ്രോപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ യൂറോ USDന്റെ കേസിൽ പൊതുവെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനാരിയോ. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, GBP USDയും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ GBP USDന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ലൈക്ക് സിമിലർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ തന്നെയാണ് കാണാൻ കഴിയുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ ഡെയിലി FVG റെസ്പെക്ട് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മേലോട്ടേക്ക് മൂവ് ചെയ്തു. ഇവിടെ ഒരു ഡെയിലി FVG മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു മേജർ ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടുന്ന് സ്വീപ്പ് ചെയ്തതിനു ശേഷം ഒരു മൂവ്മെന്റ് മേലോട്ടേക്ക് വന്നു. സോ മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു രണ്ട് ഹൈസ് നമ്മളെ ഡാറ്റ ഹൈ ആണ്, കഴിഞ്ഞ NFPന്റെ സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഹയസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, സോ മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒരു ലിക്വിഡിറ്റി മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം ഈ സപ്ലൈ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, താഴോട്ടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഒബിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോസ് അതുപോലെ ഈ ലോസ് എന്ത് ചെയ്യാം, അൾട്ടിമേറ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ കൺഫർമേഷന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സോണിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാം, 50 മിനിറ്റിലെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ സോൺ ടാപ്പ് ചെയ്തു മാർക്കറ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് MS വെയിറ്റ് ചെയ്യുക, നിയർലി ഫോം ചെയ്യുന്ന FVG ഓർ സപ്ലൈ മാർക്കറ്റ് എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ലോവർ പ്രൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. സോ ഒരു ബിഗ് ട്രേഡ് തന്നെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പ് മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ലിക്വിഡിറ്റീസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ലൈക്ക് ഒരു 1:2 അല്ലെങ്കിൽ 1:3 തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1:2 ലെവലിൽ പാർഷ്യലി പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൾ വീക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് റെസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഒബിയസ്ലി മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് അതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് ഫോം ചെയ്ത സപ്ലൈനെ ആ സപ്ലൈ മാർക്കറ്റ് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിയാക്ഷൻ ഈ ഒരു സോണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂറോസിറ്റിന്റെയും അതുപോലെ GBP USDന്റെയും കേസിൽ നോക്കേണ്ടത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മേലോട്ടേക്കുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റേഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ലൈക്ക് ഒരു ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ ഫോം ചെയ്യുന്ന ഡിമാൻഡ് എന്ത് ചെയ്യാം, ടിൽ ഈ ഒരു സപ്ലൈസ് വരെയുള്ള ബൈസും നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് എന്ത് ചെയ്യാം, അതും മൈൻഡിൽ വെക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ
വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്താൽ നമ്മൾ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.